ഹായ് ഗൈസ്, വിനിടെക് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സിബിൽ സ്കോർ കൂട്ടാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റ് എന്നൊരു ആപ്പാണ്. ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന 500 രൂപയുടെ ക്രെഡിറ്റ് ബിൽഡർ ലോൺ എടുത്ത് 3 മാസം കൊണ്ട് കൃത്യമായി തിരിച്ചടച്ച് നിങ്ങൾക്ക് സിബിൽ സ്കോർ കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകുക. അടുത്ത പേജിൽ അപ്ലൈ നൗ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിലെ സെറ്റ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ പാൻ റിലേറ്റഡ് മൊബൈൽ നമ്പർ വെച്ച് പെർമിഷൻ അലോ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ബിൽഡർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാനുള്ള പേജാണ് കാണാൻ സാധിക്കുക. 599 രൂപയാണ് ടോട്ടൽ നമ്മൾ പേ ചെയ്യേണ്ടത്. അതിൽ 500 രൂപ ലോണായിട്ട് തിരികെ ലഭിക്കും. ബാക്കി 99 രൂപ മെമ്പർഷിപ്പ് ഫീ ആണ്. പേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഓട്ടോ ഡെബിറ്റ് ആണ്. എല്ലാ മാസവും 99 രൂപ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് 3 മാസത്തിന് ശേഷം ഇത് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള വഴി വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നതാണ്. ഇതിൽ ചേരുന്നതിനായി ബിക്കം എ മെമ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് 599 രൂപ പേ ചെയ്യുക. അടുത്തതായി ക്രെഡിറ്റ് ബിൽഡർ ലോൺ അപ്ലൈ ചെയ്യുന്നതിനായി സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഫോൺ നമ്പർ, പാൻ നമ്പർ, ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, ഒക്യുപ്പേഷൻ എന്നിവ നൽകുക. അടുത്തതായി ഒരു സെൽഫി ഫോട്ടോ നൽകണം. ശേഷം ഫുൾ KYC ചെയ്യാനായി ആധാർ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി രജിസ്റ്റേർഡ് നമ്പറിൽ വരുന്ന OTP എൻ്റർ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്യണം. അടുത്തതായി ബാങ്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകണം. അവസാനമായി ലോൺ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് ആധാർ നമ്പർ കൊടുത്ത് OTP എൻ്റർ ചെയ്യണം. അപ്പോൾ ലോൺ അപ്രൂവൽ പെൻഡിങ് എന്നൊരു പേജ് വരും. അപ്രൂവ് ആകാൻ 5 days എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് സെയിം ഡേ ഫണ്ട് അക്കൗണ്ടിൽ വന്നു. ഇപ്പോൾ 599 രൂപ പേ ചെയ്തതിൽ 500 രൂപ ലോണായി തിരികെ ലഭിച്ചു. അടുത്തതായി ഈ ലോണിൻ്റെ റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആമസോൺ വൗച്ചർ എങ്ങനെ ക്യാഷ് ആക്കാമെന്ന് നോക്കാം. പേ നൗ കൊടുക്കുക. പേ നൗ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആമസോൺ വൗച്ചർ കോപ്പി ചെയ്ത് ആമസോൺ ആപ്പിലെ ഗിഫ്റ്റ് കാർഡ് സെക്ഷനിൽ പേസ്റ്റ് ചെയ്ത് ആമസോൺ പേയിൽ ആഡ് ചെയ്ത് അക്കൗണ്ടിലേക്ക് ഇടാൻ സാധിക്കും. ഇതുപോലെ 3 മാസം കറക്റ്റായി പേയ്മെൻറ്റ് ചെയ്ത് ക്രെഡിറ്റ് സ്കോർ കൂടാൻ സാധ്യതയുണ്ട്. വേറെ EMI ഉണ്ടെങ്കിൽ അതും കറക്റ്റായി അടയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സ്കോർ കൂടുകയുള്ളൂ. ഞാൻ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തത്. ഗൂഗിൾ പേ വഴി എങ്ങനെ ഓട്ടോ പേ ക്യാൻസൽ ചെയ്യാമെന്ന് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ഈ 3 പേയ്മെൻറ്റും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായി അറിയിക്കുക.